നരസിംഹ ജയന്തി ആശംസകൾ. ഇന്ന് നമുക്ക് തൃശ്ശൂരിലെ നരസിംഹ ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായിട്ട് തുടങ്ങാം. വെൽക്കം ടു തുമ്പീസ് വ്ളോഗ്. ഞാൻ ബിന്ദു നന്ദൻ. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തൃശ്ശൂർ ഒരു 7 കിലോമീറ്ററിന് അപ്പുറമുള്ള നമ്മൾ പാലയ്ക്കൽ നരസിംഹമൂർത്തി അമ്പലം, പാലിശ്ശേരി അമ്പലമാണ്. അപ്പോൾ അവിടുത്തെ പ്രസിഡൻ്റാണ് പ്രേമൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാറിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ അമ്പലത്തിനെ പറ്റി പറയാമെന്ന് പറഞ്ഞാൽ 1000 വർഷം പഴക്കമുള്ള അമ്പലമാണ് ഈ അമ്പലം. ഇത് തൃശ്ശൂരിൽ നിന്ന് 7 കിലോമീറ്റർ അളവിലാണ് നമ്മുടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലത്തെ പറ്റി പറയാനായിട്ട് കുറേ ഉണ്ട്. ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി വിസ്തരിച്ച് പറയാനായിട്ടില്ല, സമയമായി. മുഖ്യപ്രതിഷ്ഠ നരസിംഹമൂർത്തി ഉള്ളത് വളരെ കുറവാണ് അല്ലേ സാറ്? അതെ അതെ, ഇത് നല്ല ഒരു പ്രൗഢിയിലിരിക്കുന്ന ഒരു നരസിംഹമൂർത്തിയാണ് നമ്മുടെ പാലിശ്ശേരി നരസിംഹമൂർത്തി ക്ഷേത്രം. ആദ്യ പവറിലാണ് ആളിപ്പോൾ നിൽക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും സന്തോഷവും കൊടുക്കാനുള്ള ഇപ്പോഴത്തെ ആളുടെ ഇരിപ്പ് കണ്ടാൽ നമുക്ക് തോന്നും എല്ലാവർക്കും സമ്പത്ത് സമൃദ്ധി എല്ലാവരും കൊടുക്കാനുള്ള ഒരു മനോഭാവത്തിലാണ് എല്ലാ ഭക്തജനങ്ങളും ഭഗവാനെ കണ്ട് അനുഗ്രഹം മേടിക്കുന്ന വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ശരിയാണ് സാറ്, ഞങ്ങൾക്കും അത്രയും അനുഭവങ്ങളുണ്ട് ഇവിടെ കൊണ്ട്. അപ്പോൾ എല്ലാ ജനങ്ങളും ഭഗവാനെ വന്ന് കാണാൻ. ഇന്ന് നരസിംഹ ജയന്തിയാണ്. നരസിംഹ ജയന്തി ആശംസകൾ എല്ലാവർക്കും നേരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ വിഷ്ണു ഭഗവാന്റെ 4ാമത്തെ ഒരു അവതാരമാണ്. അപ്പോൾ അത്രയും നരസിംഹമൂർത്തി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് തൊഴാന്നുള്ളത്. അപ്പോൾ നരസിംഹ ജയന്തി ആയിട്ട് നമുക്ക് ഇവിടുത്തെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. ഇവിടുത്തെ പാലിശ്ശേരി നരസിംഹമൂർത്തി അമ്പലത്തിലെ മേൽശാന്തിയാണ്. തിരുമേനി എവിടെ നിന്നാണ്? ഞാൻ കാസർഗോഡ് വളക്കമന. പേര് വെങ്കട്ടരമണൻ. ഇവിടുത്തെ പ്രധാന വഴിപാടായ പാനകമാണ് ഏറ്റവും രോഗശമനത്തിനും എല്ലാത്തിനും വേണ്ടിയുള്ളതാണ്. തിരുമേനി പറയണത് എന്താണെങ്കിലും ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് പാനകമാണ്. അത് രോഗശമനത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പ്രത്യേകം പറയുന്നത്. ഒരു മന്ത്രം എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, ഉഗ്രവീരം. മൂലമന്ത്രം. അതാണ് ഭഗവാന്റെ മൂലമന്ത്രം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണ് ഈ മന്ത്രം ജപിച്ചാലുള്ള? ആ മന്ത്രം ജപിച്ചാൽ നമ്മുടെ ശത്രുക്കളൊക്കെ വിനാശമാവും, നമ്മളെ ശാരീരികമായ അസ്വസ്ഥതയൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പൊ ഇന്ന് നരസിംഹ ജയന്തിയാണ്. നരസിംഹ ജയന്തിയാണ്. നരസിംഹ ജയന്തിയോട് പ്രത്യേകിച്ച് ഇവിടെ വഴിപാടായി പാനകവും രാവിലെ ഒരു കുടം പായസവും ഉണ്ട്. അതെ അല്ലേ. നമുക്ക് ഇവിടെ തന്ത്രി ഉണ്ടോ? നമ്മുടെ അമ്പലത്തിൽ തന്ത്രി ഉണ്ടാവും. ആരാണ് തന്ത്രി? ബ്രഹ്മശ്രീ നീലകണ്ഠൻ നമ്പൂതിരി. ഇളങ്ങള്ളൂർ മന. ഏതാ മന? ഇളങ്ങള്ളൂർ മന. തിരുമേനിയുടെ നാവ് കൊണ്ട് ഈ ഒരു മന്ത്രം ഒന്ന് ഒരിക്കൽ ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ പറ്റുമോ ഇതിലൂടെ? ഉഗ്രവീരം മഹാവിഷ്ണുജ്വലന്തം സർവതോമുഖം നരസിംഹം വീക്ഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഈ ഒരു മൂലമന്ത്രമാണ് ഏറ്റവും ഉത്തമം. അതെ അല്ലേ. ഇത് എത്ര തവണ ചൊല്ലണം? 28 ഒരു ജപിക്കാം. 28. അതെന്താ ഒരു 28ന്റെ കണക്കാ? 28ആണ് ഇതിന്റെ. അതെ. അതേ ഒരു വലിയൊരു അറിവാണ് കേട്ടോ. 28 തവണ ചൊല്ലാറുള്ള അത്രയധികം നമുക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ 108 നമ്മൾ കേട്ടിട്ടുണ്ട്. 28 ഒരിക്കലും കുറയാതെ 108 ആയെങ്കിലും കുഴപ്പമില്ല.
108 ആയാലും കുഴപ്പമില്ല. 28 മുടങ്ങരുത്. അത് ദിവസേന ഏത് നേരത്ത് ദിവസേന ചെല്ലുക. അതെ അതെ. ഓക്കെ, നമസ്തേ നമസ്തേ. പാലിശ്ശേരി നരസിംഹമൂർത്തി അമ്പലത്തിൽ കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ഇടതുവശത്തായിട്ട് ശിവലിംഗമാണ് ഉള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെങ്കിൽ നമുക്ക് രാവിലെ സമയത്ത് നമ്മൾക്ക് തന്നെ ഈ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാനുള്ള ഒരു പ്രത്യേക നമുക്കൊരു അനുഗ്രഹം ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓം നമഃ ശിവായ. ഇന്നിവിടെ നരസിംഹ ജയന്തി ആയിട്ട് ഇതാ നമുക്ക് മധുരം തരുന്നുണ്ട്. ഭഗവാന്റെ ഇഷ്ട വിഭവം തന്നെയാണ് ലഡു. അപ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ട്. നമുക്ക് ഇവിടുത്തെ സെക്രട്ടറിയുടെ മോനാണ് ആദിത്യ. അപ്പോൾ ആദിത്യന് എന്താണ്, ആദിത്യ ഓടി നടന്ന് പണിയെടുക്കണ ഞാൻ കണ്ടു ഇവിടെ. ആണല്ലോ വരവ്. ഇതെന്താണ് സ്പെഷ്യല്? ഇന്നെന്താ പ്രത്യേകത? എന്താണ് ആദിത്യന് പറയാനുള്ളത് ഈ അമ്പലത്തിനെ കുറിച്ച്? എല്ലാവരും അമ്പലത്തിക്ക് സ്ഥിരമായിട്ട് വരാൻ, നല്ല അമ്പലമാണ്, നല്ല പവറുള്ള എല്ലാവരും വരാൻ നോക്കണം. ശക്തിയുള്ള അമ്പലമാണ്. അതെ. നിങ്ങൾക്ക് മോനെന്താ പറയുന്നത്? പറയാം.
കഴിഞ്ഞു അവളെടുത്തുണ്ട് ഇവിടെ കത്തിക്കതേ ക്യാമറയിൽ കാണാനോ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ വാർന്നേരം പൊക്കോ ശരി